എങ്ങനെ ഉണ്ടായിരുന്നു ജോസേ കലാശക്കൊട്ട്? ജനസാഗരമല്ലായിരുന്നോ? സ്ഥാനാർത്ഥി തന്നെ ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുവാണ്. അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കൊടി വീശുന്നത് മറ്റു ചിലർക്കുള്ള ചില സന്ദേശം കൂടിയാണ്. ഞാൻ വിജയിച്ചതിന്റെ മുഴക്കോ ഇപ്പൊ കേട്ടത്. എനിക്ക് എന്തോ വിഷമമുള്ളതുപോലെ UDF ജയിക്കാൻ പോണില്ല. ചിരിക്കരുതേ. ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആളെയും കൊണ്ടൊന്ന് വോട്ടിപ്പിക്കാനാണ് തീരുമാനം. നീ എന്റെ മാനം കളയരുത് ഈശ്വര. ഇവന്റെ കെട്ടി വെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. ഇത്തവണ NDA പാലക്കാട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് ഒരു കൊടി പിടിച്ച് വളർന്നു വന്ന സാധാരണ പ്രവർത്തകനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഡാൻസ് കളിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ പ്രസിഡന്റ്. സോമൻ ക്യാമറ. പാലക്കാട്ട് 18,724 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നു. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. ഞാൻ പറഞ്ഞില്ല SDPI PFI ആണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തന്നെ നിയന്ത്രിച്ചത്. ഇന്ന് നാട്ടുകാരെ ഇത് മുഴുവൻ അഴിമതിയാണ്. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും. ലോക്സഭയിൽ ഒരു MP ഉണ്ടെങ്കിലും നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു. നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവകാശവാദം എന്തായി എന്നാണ് ചോദ്യം. അവകാശവാദം ഇല്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്? സ്ഥാനാർത്ഥി ഞാൻ തോക്കാൻ നിൽക്കുകയാണെന്ന് പറയുമോ? ഏറ്റവും ചെറിയ 3 ദിവസം UDF ഒന്ന് ടെൻഷൻ അടിക്കാൻ UDF ടെൻഷൻ അടിച്ചില്ലേ? എല്ലാരും പറയുന്നത് ചാച്ചന്റെ കിളി പോയി തുടങ്ങിയെന്ന്. സൂര്യൻ ഉദിക്കും, താമര വിരിയും.